ഹായ് ഫ്രണ്ട്സ്, ബഡേമി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിതാ വീണ്ടും ഒരു ബീഡ്സ് വർക്കാണ്. ഇന്ന് നമ്മൾ ഒരു ഫ്ലവർ വേസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള ബീഡ്സ് എടുത്ത് വച്ചിട്ടുണ്ട്. നമുക്ക് ത്രെഡും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 6 ബീഡ്സിനെ ഒന്ന് കോർത്ത് കൊടുക്കാം. റിങ് സ്റ്റിച്ചാണ് കേട്ടോ നമുക്ക് ആദ്യം വരുന്നത്. അപ്പോൾ 6 ബീഡ്സിൻ്റെ റിങ്ങാണ് ആദ്യം വരുന്നത്. ആറ് ബീഡ്സ് കോർത്തു. 6ാമത്തതിൽ നമുക്ക് ക്രോസ് ചെയ്തെടുക്കാം. ആറെണ്ണത്തിൻ്റെ റിങ്ങായി. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വീണ്ടും ഇതിനെ ചുറ്റി നമുക്ക് വീണ്ടും 6 ബീഡ്സിൻ്റെ റിങ്ങുകൾ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഇതൊരു കോമൺ ബീഡായിട്ട് നിൽക്കും. ബാക്കി 5 ബീഡാണ് ആദ്യത്തെ റിങ്ങിലേക്ക് കോർത്ത് കൊടുക്കേണ്ടത്. അഞ്ചെണ്ണം കോർത്തു. 5ാമത്തതിൽ നമുക്ക് ക്രോസ് ചെയ്തെടുക്കാം. ത്രെഡിൻ്റെ തുമ്പുകൾ രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് വലിച്ചെടുക്കുമ്പോൾ ത്രെഡ് 2 സൈഡിലേക്കും കറക്റ്റായിട്ടാണ് കിട്ടുന്നത്. ഇതുപോലെ 2 റിങ് വന്നു. ഇനി ആദ്യം ചെയ്ത റിങ്ങിൻ്റെ അടുത്തേക്ക് നിൽക്കുന്ന ത്രെഡിനെ തൊട്ടടുത്തുള്ള മുത്തിലേക്ക് കോർത്ത് കൊടുക്കുക. ഇനി ബാക്കി 4 മുത്ത്. സെക്കൻഡ് റിങ് ആകുമ്പോൾ നമുക്ക് 2 കോമൺ ബീഡ് ഉണ്ടായിരിക്കും. അപ്പോൾ 4 മുത്ത് കോർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ റിങ്ങിലും ലാസ്റ്റ് റിങ് ഒഴിച്ച് ബാക്കി എല്ലാ റിങ്ങിലേക്കും നമ്മൾ 4 മുത്തുകൾ കോർത്ത് കൊടുത്താൽ മതി. 4 എണ്ണം കോർക്കുക. 4ാമത്തതിൽ നമുക്ക് ക്രോസ് ചെയ്തെടുക്കാം. ഇതിന് റിപ്പീറ്റേഷനാണ്. ഇതുവരെയും ഈ ഒരു സെയിം തന്നെ 4 ബീഡ്സ് കോർക്കുക എന്നുള്ളത് റിപ്പീറ്റേഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജോയിനിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ 4 മുത്ത് കോർത്ത് കൊടുക്കുക. നമുക്ക് ലാസ്റ്റ് റിങ് ചെയ്തെടുക്കാം. ആദ്യം ചെയ്ത റിങ്ങിലത്തെ ഒരു മുത്തും സെക്കൻഡ് സ്റ്റെപ്പിൽ ആദ്യത്തെ റിങ്ങിലത്തെ ഒരു മുത്തും ഇങ്ങനെയാണ് കേട്ടോ ലാസ്റ്റ് ചെയ്യുമ്പോൾ വരും. അപ്പോഴാണിത് ജോയിൻ ആവണത്. നമുക്ക് ബാലൻസ് 3 ബീഡ് കോർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തേൽ നമ്മൾ 5 ബീഡ് കോർത്തു. പിന്നെ 4, ഏറ്റവും ലാസ്റ്റ് വന്നപ്പോൾ ഒരു ബീഡും കൂടി അങ്ങോട്ട് കുറഞ്ഞു 3 ബീഡായി. 3ാമത്തെ കോർത്ത് 3ാമത്തതിൽ ക്രോസ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റായി. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ ഒരു 5ൻ്റെ റിങ്, ഒരു 6ൻ്റെ റിങ് അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആദ്യം ഈ 2 റിങ്ങുകൾ, ഈ 2 റിങ് ജോയിൻസ് ആവണ ഭാഗത്താണ് നമുക്ക് 6ൻ്റെ റിങ്ങുകൾ വരിക. ഈ സെൻറ്റർ ബീഡിലാണ് 5ൻ്റെ റിങ് വരിക. അപ്പോൾ ഈ ഒരു റിങ്ങിലാണ് ത്രെഡ് നിൽക്കുന്നത്, അതിൻ്റെ തൊട്ടടുത്തുള്ള ബീഡ്. അപ്പോൾ 2 റിങ് ജോയിൻ ആവണോടത്ത് ഇതുപോലൊരു ട്രയാങ്കിൾ ഷേപ്പ് വരും. അതായത് ഇങ്ങനെ ഒരു 3 മുത്ത് കൂടി വരും. അപ്പോൾ അതിൽ ഈ 2ാമത്തെ മുത്ത് അടുത്ത റിങ്ങിലേക്ക് നിൽക്കുന്ന മുത്തിലേക്കും കൂടെ കോർക്കുക. കണ്ടല്ലോ 2 മുത്ത് കോർത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 4 മുത്തും കൂടെ കോർത്ത് കൊടുത്താൽ നമുക്കൊരു 6 മുത്തിൻ്റെ റിങ് കിട്ടും. നാലെണ്ണം കോർത്തു.
നാലാമത്തതിൽ ക്രിസ് ക്രോസ് ചെയ്യാം. ആറ് മുത്തിൻ്റെ റിങ് വന്നു. ഇനി ഇവിടെ തൊട്ടടുത്ത് നിൽക്കണ മുത്തിൻ്റെ അവിടെ ജോയിനിങ് അല്ല, അപ്പോൾ ആ ഒരു മുത്ത് മാത്രം നമ്മൾ കോർക്കണം. അവിടെ നമുക്ക് ഒരു 3 മുത്ത് കോർത്ത് കൊടുക്കുക. ഓൾറെഡി 2 മുത്ത് അതിലേക്ക് കോമൺ ആയിട്ട് വരുന്നു, അതുകൊണ്ട് 3 മുത്ത് കോർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 5 മുത്തിൻ്റെ റിങ് കിട്ടും. ഒരു 6, ഒരു 5 എന്നുള്ള രീതിയിലാണ് നമ്മളിനി ചെയ്തു പോകേണ്ടത് കേട്ടോ. 5 മുത്തിൻ്റെ റിങ്ങായി, ഒരു 6 മുത്തിൻ്റെ 5 മുത്തിൻ്റെ. ഇനി ഇവിടെ 2 റിങ്സ് തമ്മിലുള്ള ജോയിൻ്റ് ആണ് വരുന്നത് ഈ ഭാഗം. അപ്പോൾ നമുക്കവിടെ ആ 2 ബീഡുകളും കോർക്കണം. 2 റിങ്ങിലത്തെയും ഓരോ ബീഡാണ് കോർക്കുന്നത്. ഇതൊന്ന് കോർത്തു, തൊട്ടടുത്തുള്ളത് ഒന്ന് കോർത്തു. ഇവിടെ ഒരു 3 ബീഡും കൂടെ കോർത്ത് കൊടുത്താൽ, കോമൺ ബീഡ് 3 എണ്ണം വന്നിട്ടുണ്ട്, 3 എണ്ണം കൂടെ കോർത്ത് കൊടുത്താൽ നമുക്ക് 6 ബീഡിൻ്റെ റിങ് കിട്ടും. ഇതാ 6 ബീഡിൻ്റെ ആയി. ഇനി അടുത്തത് ഒരു സിംഗിൾ ബീഡാണ് വരുന്നത്, അതിലാണ് 5 മുത്തിൻ്റെ റിങ് വരുന്നത്. ഇങ്ങനെ ഒരു 6, ഒരു 5 എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. നമ്മളിതാ ലാസ്റ്റ് സ്റ്റെപ്പിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബീഡിലാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ 6 ബീഡിൻ്റെ റിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് എൻഡിങ് നമുക്ക് 5 ബീഡിൻ്റെ റിങ്ങിലാണ് കേട്ടോ. നമുക്ക് 2 മുത്ത് കോർത്ത് കൊടുക്കാം. രണ്ടാമത്തതിൽ ക്രിസ് ക്രോസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും പോർഷൻ. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ റൗണ്ട് ടേബിൾ മാറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ റൗണ്ട് ടേബിൾ മാറ്റിൻ്റെ ബേസും ഇതും ഏകദേശം ഒരേപോലത്തെ, ഏകദേശമല്ല, ഇതും കറക്റ്റ് തന്നെയാണ്. ആദ്യം 6 ബീഡ്, പിന്നെ 6 ബീഡ്, പിന്നെ ഒരു 5, 6 എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ റൗണ്ട് ടേബിൾ മാറ്റും ചെയ്തിരിക്കുന്നത്. റൗണ്ട് ടേബിൾ മാറ്റിന് പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ സ്ക്വയറാണ് ചെയ്ത് കൊടുത്തത്, സ്ക്വയർ സ്റ്റിച്ചാണ്. ഇതിൽ നമ്മൾ റൗണ്ട് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 6 ബീഡിൻ്റെ റിങ്ങുകളാണ് വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്ത പോലെ തന്നെ 2 റിങ്ങുകളെ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു റിങ്ങിലാണ് വന്ന് നമ്മുടെ ത്രെഡ് നിൽക്കുന്നത്. തൊട്ട് അടുത്തുള്ള ഒരു മുത്തും കൂടെ കോർത്ത് കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 2 മുത്തുകൾ ഇങ്ങനെ കോർക്കുമ്പോൾ ഈ 2 റിങ്ങുകളിലത്തെയാണ്, ഇതൊന്ന് ഇങ്ങനെ 2 റിങ്ങുകളിലത്തെ മുത്തുകളെയാണ് നമ്മൾ ഈ ത്രെഡിൽ ഇങ്ങനെ കോർത്ത് വെച്ചേക്കുന്നത്. 2 മുത്ത് കോർക്കാന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു റിങ്ങിലത്തെ ഈ 2 മുത്ത് നമുക്ക് ഒരു റിങ്ങിൽ നിന്ന് കിട്ടും. അത് കോർക്കരുത്. അത് കോർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് നമുക്ക് കിട്ടില്ല. ഇങ്ങനെ കോർത്താലെയാണ് അതവിടെ ഒരു വളഞ്ഞ് വന്ന് നമുക്ക് ആ ഷേപ്പിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2 മുത്ത് ഓൾറെഡി നമ്മൾ കോർത്ത്, ബാലൻസ് 4 മുത്തിനെ നമുക്ക് കോർത്ത് കൊടുക്കാം. നാലെണ്ണം കോർത്ത് ഇപ്പോൾ നമുക്ക് 6 എണ്ണത്തിൻ്റെ റിങ്ങായി. ഇനി അടുത്തത് അതുപോലെ തന്നെ റിങ്ങിനോട് ചേർന്ന് നിൽക്കണ ത്രെഡിനെ എടുത്ത് 2 ബീഡുകളിൽ കോർത്ത് കൊടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മൾ കോർത്തത് ശരിയായില്ലെങ്കിൽ തന്നെ നമ്മുടെ എല്ലാ സ്റ്റെപ്സും തെറ്റും. അതുപോലെ തന്നെ ബീഡുകളുടെ എണ്ണം കുറഞ്ഞു പോയി 6 എണ്ണം എന്നുള്ളത് 5 ആയി കഴിഞ്ഞാലും നമ്മുടെ ഷേപ്പ് നമുക്ക് കിട്ടില്ല. ഇനിയിപ്പോൾ 3 കോമൺ ബീഡായിട്ടുണ്ട്. ഇനി 3 എണ്ണം വെച്ചാണ് ഓരോ റിങ്ങിലേക്കും കോർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. 6ാമത്തെ 6 ബീഡിൻ്റെ സെക്കൻഡ് റിങ്ങായി. വീണ്ടും ത്രെഡിനെ നമ്മൾ അടുത്തുള്ള
മുത്തുകളിൽ കൂടി 2 ബീഡ് 2 റിങ്ങിനെ നമ്മൾ ജോയിൻ ചെയ്തു. കണ്ടല്ലോ. ഇനി നമ്മൾ ഈ ഒരു ത്രെഡിലാണ്, അതായത് മുകളിലേക്ക്, ഇങ്ങനെയാണ് കേട്ടോ മുകളിലേക്ക് നിൽക്കുന്ന ത്രെഡ് എന്ന് പറയുന്നത്, അതിലോട്ട് കോർത്ത് കൊടുക്കാം 3 മുത്തിനെ. മൂന്നാമത്തേൽ ക്രോസ് ചെയ്തെടുക്കുക. കണ്ടല്ലോ. അതുപോലെ തന്നെ അടുത്ത 2 മുത്തുകൾ. ഫസ്റ്റ് സ്റ്റെപ്പ് കറക്റ്റ് ആണെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം നമുക്ക് കൃത്യമായി തന്നെ കിട്ടും കേട്ടോ. ഇനി ഈ റിപ്പീറ്റേഷൻ തന്നെയാണ് എൻ്റെ വരെ കേട്ടോ. നമുക്ക് 3 എണ്ണം കോർത്ത് കൊടുക്കുക. മൂന്നാമത്തതിൽ ക്രോസ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് റിങ്ങിലേക്ക് എത്തി. ലാസ്റ്റ് റിങ് എല്ലാത്തിലും ചെയ്യണ പോലെ തന്നെ കോമൺ ബീഡുകളെ, മുൻപ് നിൽക്കുന്ന റിങ്ങുകളിലത്തെ ബീഡുകളെ കോർക്കുക. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തു വെച്ച റിങ്ങിലേക്ക് ഒരു ബീഡും കോർക്കുക. അപ്പോഴാണ് അത് ജോയിൻ ആവണത്. നമുക്ക് ബാലൻസ് ഉള്ള മുത്തുകളെയും കോർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തു വന്നപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ബേസ് ശരിയായി. നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വന്നു. ഇനി നമുക്കിതിനെ ഇതേ സ്റ്റെപ്പ് തന്നെ, അതായത് 6 ബീഡിൻ്റെ റിങ്ങുകൾ തന്നെ കോമൺ 2 റിങ്ങുകൾ ജോയിൻ്റ് ആവുന്ന രീതിയിൽ. ഇപ്പോൾ ഈ അറ്റത്തെ റിങ്ങിലാണ് ത്രെഡ് നമ്മൾ നിൽക്കണത്. ഇതിന്ന് തൊട്ടടുത്ത റിങ്ങിലത്തെ ഒരു മുത്തിനെയും കൂടി കോർക്കണം. ഇങ്ങനെ 2 റിങ്ങുകളെ ജോയിൻ ചെയ്ത് വീണ്ടും 6 മുത്തിൻ്റെ റിങ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് എത്രയാണോ നമുക്ക് ഹൈറ്റ് വേണ്ടത്, നമ്മുടെ ഫ്ലവർ വേസിന് എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ച് നമുക്ക് ഈ റിങ്ങുകൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു 4 or 5 സ്റ്റെപ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുകളിലേക്ക്. അപ്പോൾ അത്രയും ചെയ്തിട്ട് ഞാൻ കാണിക്കാം. എല്ലാം നമ്മൾ ഓരോന്നും ചെയ്യണത് കാണിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ വീഡിയോയുടെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും ലെങ്ത്തിൽ നമുക്ക് കാണാൻ ഒരേ രീതിയാണ് താനും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരണത്. അപ്പോൾ അതുകൊണ്ട് ഞാനിനി ഇത് നമുക്ക് എത്ര ഹൈറ്റ് വേണം എന്നുള്ളത് വെച്ചിട്ട് ഇതാ ഒരു റിങ് ഇപ്പോൾ ചെയ്തു. ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനൊരു 4 സ്റ്റെപ്പാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ 4 സ്റ്റെപ്സ് ഇങ്ങനെ ചെയ്ത് 6 റിങ്ങിൻ്റെ 4 ഇത് ചെയ്തു കേട്ടോ. ലെയർ ചെയ്തു 1 2 3 4 ലെയർ ഇങ്ങനെ ചെയ്തു. നമുക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റ് ഇനിയും വേണമെന്ന് വെച്ചാൽ നമുക്ക് ഹൈറ്റ് കൂടുതൽ എടുക്കണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇനി നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ ഫ്ലവർ വേസിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതിനെ വീണ്ടും ഇതുപോലെ തന്നെ 2 റിങ്ങുകൾ ജോയിൻ ചെയ്ത് 5 ബീഡിൻ്റെ റിങ്ങുകളാണ് ഇനി റിപ്പീറ്റേഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ 6 ബീഡിൻ്റെ റിങ്ങുകളാണ് ചെയ്തത്. ഇനി നമുക്ക് മൊത്തം 5 ബീഡിൻ്റെ റിങ്ങുകൾ ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ 2 കോമൺ ബീഡ് കോർത്ത് വെച്ചു. അതിലേക്ക് 3 എണ്ണം കൂടെ ആഡ് ചെയ്ത് 5 ബീഡിൻ്റെതാക്കാം. ഒരു 5 ബീഡിൻ്റെ ചെയ്തു. ഇനി അടുത്തതും അതുപോലെ തന്നെ അടുത്തുള്ള 2 ബീഡുകൾ കോർക്കുക.
അപ്പം നമുക്ക് 3 കോമൺ ബീഡായിരിക്കും ഇതിൽ കിട്ടുക. പിന്നെ നമുക്ക് 2 എണ്ണം കോർത്ത് കൊടുത്താൽ മതി. നമുക്ക് 2 എണ്ണം കോർക്കാം. 5 എണ്ണത്തിൻ്റെ റിങ്ങായി. രണ്ട് 5 മുത്തിൻ്റെ റിങ്ങായി. ഇതിന് റിപ്പീറ്റേഷൻ ഇത് ഫുള്ളും ഇങ്ങനെ ഈ അറ്റം വരെ ഇവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് ഈ അറ്റം വരെ വരാം. 5 ബീഡിൻ്റെ റിങ്ങുകളായിട്ട് കേട്ടോ. നമ്മൾ 5 ബീഡിൻ്റെ ലാസ്റ്റ് റിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊക്കെ കോർത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു മുത്ത് കോർത്ത് കൊടുത്ത് അതിൽ ക്രിസ് ക്രോസ് ചെയ്തിട്ട്, അപ്പോൾ ഈ ഒരു ഹൈറ്റിലാണ് നമ്മൾ ഈ ഒരു പോർഷൻ ചെയ്ത് വന്നിരിക്കുന്നത്. ഇനി ഇതിന് നമുക്ക് ഇതിൻ്റെ കഴുത്ത് ഭാഗം, ഫ്ലവർ വേസിൻ്റെയൊക്കെ മുകളിലേക്കുള്ള പോർഷൻ ഉണ്ടല്ലോ, അതിനെ ചെയ്തെടുക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ 2 റിങ്ങുകൾ ജോയിൻ ചെയ്യണം. നേരത്തെ നമ്മൾ 6 മുത്തുകളുടെ റിങ്ങിൽ 2 റിങ് ജോയിൻ ചെയ്ത് 5 ബീഡിൻ്റെ റിങ് ചെയ്ത പോലെ തന്നെ ഈ 5 മുത്തിൻ്റെ 2 റിങ്ങുകൾ, ഒരെണ്ണം ഓൾറെഡി ഇതിലുണ്ട്, തൊട്ടടുത്തുള്ളൊരു റിങ്ങിനെയും കൂടി ഇതിലേക്ക് ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിലോട്ട് 4 മുത്തിന്, 6 മുത്തിൻ്റെ റിങ്ങാണ് കേട്ടോ ഇനി നമുക്ക് വരേണ്ടത്. അപ്പോൾ 4 മുത്തിനെ കോർത്ത് കൊടുക്കാം. 4 കോർത്ത് 4-മത്തേതിൽ നമുക്ക് ക്രിസ് ക്രോസ് ചെയ്തെടുക്കാം. വീണ്ടും 2 റിങ്ങുകൾ ജോയിൻ ചെയ്യണം. അടിയിലത്തെ 2 മുത്തിനെ നമുക്ക് കോർത്തെടുക്കാം. 3 മുത്തിനെ നമുക്ക് കോർത്ത് മുകളിലേക്ക് നിൽക്കുന്ന ത്രെഡിൽ 3 മുത്തിനെ കോർത്ത് കൊടുക്കാം. മൂന്നാമത്തതിൽ നമുക്ക് ക്രിസ് ക്രോസ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ വീണ്ടും റിപ്പീറ്റ് ചെയ്യണത്. ഇതിന് ചുറ്റി 6 ബീഡിൻ്റെ റിങ്ങുകളാണ് നമ്മൾ ചെയ്തു വരേണ്ടത്. ഇപ്പം നമ്മുടെ ലാസ്റ്റ് റിങ്ങാണ് കേട്ടോ ഈ 6 ബീഡിൻ്റെ ചെയ്യേണ്ടതിൽ. അപ്പം നമുക്ക് നോക്കുമ്പോൾ ഈ ത്രെഡ് കഴിയാറായി. ഒരു സൈഡിലെ ത്രെഡിന് വല്ലാതെ നീളം കുറഞ്ഞു, അതാ ഇങ്ങോട്ട് കോർത്ത് വരേണ്ടത്. പക്ഷെ അതിൽ തീരെ നീളമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, മുകളിലേക്ക് നിൽക്കണ ത്രെഡിൽ നമുക്ക് ആ റിങ്ങിന് വേണ്ട ബാലൻസ് ബീഡുകൾ കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നമ്മുടെ ആദ്യത്തെ റിങ്ങായിട്ട് ജോയിൻ ചെയ്ത് നോർമൽ എങ്ങനെ ചെയ്യുമോ അതുപോലെ ചെയ്യാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ത്രെഡ് കഴിഞ്ഞാൽ കെട്ടിടുക എന്നുള്ളതൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ കാണിക്കുന്നത്. നോർമൽ ആ ഒരു 6 ബീഡിൻ്റെ റിങ് എങ്ങനെ ചെയ്യുമോ അതുപോലെ ഈ നീളമുള്ള ത്രെഡിനെ കോർത്ത് കൊണ്ടുവന്നു. ഇതിനെ ഞാനിവിടെ ഈ ഒരു പോർഷനിലാണ് കെട്ടണത് കേട്ടോ. അപ്പോൾ ത്രെഡ് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ കെട്ടി അടുത്തത് ജോയിൻ ചെയ്യും എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം കാണിക്കുന്നത്. ഞാൻ നല്ലോണം വലിച്ച് കെട്ടിക്കൊടുത്തു. ഇനി ഈ ത്രെഡിനെ നമുക്ക് ഈ അടുത്തുള്ള ബീഡുകളിൽ കൂടെ കയറ്റിയെടുക്കാം. ഈ 2 ത്രെഡും ഒപ്പം തന്നെ ഞാൻ എടുക്കണുണ്ട് കേട്ടോ. നമ്മൾ ബീഡ്സ് വർക്കിന് എപ്പോഴും ത്രെഡ് എടുക്കുമ്പോൾ ആ ബീഡിൻ്റെ ഹോളിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കണം ത്രെഡ് എടുക്കേണ്ടത്. 60 mm തുടങ്ങിയാണ് കേട്ടോ നമ്മൾ ബീഡ്സിൻ്റെ. ഞാൻ ചെയ്യുന്ന ബീഡ്സുകളൊക്കെ ഒരുവിധം വലിപ്പമുള്ളതാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കാറ് 60 mm തുടങ്ങി മുകളിലേക്കുള്ള ത്രെഡുകളാണ്. ഇതിനിപ്പോൾ ഒരു 80 mm 90 mm ത്രെഡ് എടുക്കാം. പക്ഷെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 60-ൻ്റെ ആയിരുന്നു. 60 mm നമ്മൾ കൂടുതലും ആ ത്രെഡിലുള്ള വലിപ്പത്തിലുള്ള ബീഡുകളാണ് ഉപയോഗിക്കാറ്. 60 mm പറ്റിയ ബീഡുകളാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് 60 mm ആയിരുന്നു. അപ്പോൾ ഞാൻ ആ 60 mm ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ത്രെഡ് ഇവിടെ കെട്ടിയ ത്രെഡിനെ ഇതിലേ ഇങ്ങനെ കോർത്ത് ഞാൻ ഇവിടെ എത്തിച്ചു.
ഇങ്ങനെ ഇന്ന മുത്തിൽ കൂടെ കോർക്കണമെന്നൊന്നുമില്ല. ത്രെഡുകൾ മാക്സിമം ത്രെഡിൻ്റെ ഈ തുമ്പ് കെട്ടിട്ട ഭാഗത്ത് തന്നെ വെട്ടിക്കളയാതെ മാക്സിമം നമുക്ക് ഈ പറ്റണ ബീഡുകളിൽ കൂടെ ഒക്കെ കോർത്ത് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ബലമുണ്ടാവും. ഇത് പ്ലാസ്റ്റിക് ആണല്ലോ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ത്രെഡ്. അപ്പം അത് നമ്മൾ കെട്ടിയാലും വേഗം അഴിഞ്ഞു പോരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ മാക്സിമം ഇങ്ങനെ ഉള്ളിലൂടെ കോർത്ത് പോരുമ്പോൾ അതവിടെ മുറുകിയിരുന്നോളും, പെട്ടെന്ന് അഴിഞ്ഞ് പോവില്ല. അങ്ങനെ ഒരു ഗുണം കൂടെ ഇങ്ങനെ കോർത്തെടുക്കുന്നതിലുണ്ട് കേട്ടോ. അപ്പം അത് ചെയ്താൽ ഒരു 3-4 ബീഡിലേക്കെങ്കിലും കയറ്റാവുന്ന രീതിയിൽ ത്രെഡിൻ്റെ ലെങ്ത്ത് നിർത്തിയിട്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ നമുക്ക് നല്ലോണം ലെങ്ത്ത് കുറഞ്ഞ ത്രെഡായിരുന്നു, അത് ഇത്രയും വരെ എത്തിച്ചു. ഇനി നമുക്കിതിന് ബാലൻസിന് കട്ട് ചെയ്ത് കളയാം. ഞാനിവിടെ നെയിൽ കട്ടർ വെച്ചാണ് കേട്ടോ കട്ട് ചെയ്യണത്, ചേർത്ത് കട്ട് ചെയ്യാനായിട്ട്. കത്രികയും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. നെയിൽ കട്ടറാകുമ്പോൾ ഒന്ന് ചേർത്ത് ഇങ്ങനെ വലിച്ചു പിടിച്ച് കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്തു. ഇങ്ങനെയാണ് നമുക്കിതിൻ്റെത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിനെ നമ്മൾ ഉണ്ടാക്കണ ഫ്ലവർ വേസ് അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എങ്ങനത്തെ ഷേപ്പ് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇതിപ്പോൾ ഓരോ പോർഷനും ഈ ഒരു ഭാഗം ചെയ്തു വന്നപ്പോൾ ഉള്ള ഷേപ്പും അതിൻ്റെ മുകളിലേക്ക് വന്നുള്ള ഷേപ്പൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ ഏത് ഷേപ്പാണോ നമുക്ക് ആവശ്യം, നമ്മുടെ യൂസ് എന്താണോ അതിനനുസരിച്ച് നമ്മളതിൻ്റെ ഷേപ്പ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഷേപ്പിൽ അവസാനിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ അവസാനിപ്പിക്കാം. ഞാൻ എന്തായാലും കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടി കുറച്ചും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് കാണിച്ച് തരണുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ പുതിയൊരു ത്രെഡിനെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാണ്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി നമുക്ക് ഈ 6 ബീഡിൻ്റെ റിങ്ങുകൾ തന്നെ കണ്ടിന്യൂഷനാണ് വരുന്നത്. അപ്പോൾ 2 റിങ്ങിനെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ 2 റിങ്ങുകളിലത്തെയും ഓരോ മുത്തിലാണ് നമ്മൾ കോർത്ത് കൊടുക്കുന്നത്. ഈ ത്രെഡിനെ ഇങ്ങനെ 2 മുത്തിൽ കോർത്ത് ആ ത്രെഡിനെ വലിച്ച് 2 സൈഡും ഒപ്പമാക്കി എടുക്കുക. ത്രെഡിൻ്റെ ഈ തുമ്പ് ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇപ്പോൾ 2 ത്രെഡും ഒപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് ബാക്കി 4 മുത്തുകളെ കോർത്ത് കൊടുക്കുക. നാലാമത്തതിൽ നമുക്കിനെ ക്രോസ് ചെയ്യാം. ഇപ്പം നമ്മൾ നേരത്തെ ത്രെഡ് ഓൾറെഡി കോർത്ത് നിന്നിരുന്ന പോലെ തന്നെ പുതിയൊരു ത്രെഡ് അറ്റാച്ച് ചെയ്ത ഫീലൊന്നും ഇല്ല. ഒറ്റ ത്രെഡിലത്തെ വർക്കുമായിട്ടേ ഇത് തോന്നുള്ളൂ കേട്ടോ. വീണ്ടും അടുത്ത 2 റിങ്ങുകളെ ജോയിൻ ചെയ്യാൻ അടുത്ത 2 മുത്തുകളും കോർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 3 മുത്ത്. ഇങ്ങനെ റിപ്പീറ്റേഷനാണ് കേട്ടോ ചെയ്തു വരുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് റോ ഏകദേശം കഴിയാണ് കേട്ടോ. ലാസ്റ്റ് റിങ്ങാണ് സെക്കൻഡ് റോയിലത്തെ ചെയ്യണത്. ഇതിപ്പോൾ നമുക്ക് എത്ര ഹൈറ്റ് വേണം എന്നുള്ളതിനനുസരിച്ച് ഇതും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 റോ ചെയ്തതിൽ വന്ന മാറ്റം കണ്ടല്ലോ, ഈ ഇത്രയും ഹൈറ്റാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ച് നമുക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാം. നേരത്തെ ഇവിടെ നിന്നത് ഇത്ര ആയി. ഇനി ഒരു 3 റോയും കൂടി 3-4 റോയും കൂടി ചെയ്ത് ഒരു ഹൈറ്റ് വരുത്താനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇത്തിരി വണ്ണം കൂടിയ ഭാഗമായി, ഇവിടെ ഒന്ന് ഒതുങ്ങി വന്നു. അങ്ങനെയാണ് ഇത് വരിക. ഇനി നമുക്ക് വേണമെങ്കിൽ 5 റിങ്ങിൻ്റെ ആക്കി ഉള്ളിലേക്ക് ആക്കണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് വിടർത്തിയെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഈ 6 ബീഡിൻ്റെ റിങ്ങുകൾ ഒരു 4 റോയും കൂടി ചെയ്ത് കൊടുക്കുകയാണ്. അത്രയും ഹൈറ്റിലേക്ക് ആക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പോർഷൻ ഇത്രയും ഒരു ഹൈറ്റിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് 5 ബീഡിൻ്റെ റിങ്ങുകൾ ഇതിന് ചുറ്റും ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് 5 ബീഡിൻ്റെ റിങ് ചെയ്യാൻ പോകുന്നത്. ഇതിനൊന്നും കൂടി ഉള്ളിലേക്ക് ഒതുക്കി ഹൈറ്റ് കൂട്ടി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ 2 ഇത്രയും ചെയ്ത പോലെ തന്നെ ഈ 2 റിങ് ജോയിൻ ചെയ്യുക. ഇവിടെ ഒരു 5 ബീഡിൻ്റെ റിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഇവിടെ ഉള്ളിലേക്ക് ഒതുങ്ങിയ പോലെ തന്നെ ഇവിടെ വീണ്ടും ഉള്ളിലേക്ക് ഒതുങ്ങി കിട്ടും. ഇതിപ്പോൾ ഞാൻ വിടർത്തി ചെയ്യാനാണ് പോണത്. അപ്പോൾ ഓരോ ബീഡിലും ഇവിടെ നിലവിലുള്ള ഓരോ ബീഡിലും
5 ബീഡിൻ്റെ റിങ്ങുകളാക്കി എടുക്കാനാണ് പോണത്. അപ്പോൾ ഞാൻ ഇതിൽ ഇപ്പോൾ ത്രെഡിൽ ഒരു ബീഡ് ഓൾറെഡി ഉണ്ട്. അതിലേക്ക് ബാലൻസ് ഉള്ള 5 ബീഡിൻ്റെ റിങ് ആവാൻ ബാലൻസ് ആവശ്യമായിട്ടുള്ള 4 ബീഡുകളെയാണ് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ. 4 കോർത്തു. 4-മത്തതിൽ നമ്മൾ ക്രിസ് ക്രോസ് ചെയ്തെടുത്തു. പിന്നെ തൊട്ടുള്ള ഒരു മുത്തിൽ, ഒറ്റ മുത്തിലേക്ക് കോർക്കണുള്ളൂ കേട്ടോ. നമുക്ക് 3 മുത്തുകളെ കോർത്ത് കൊടുക്കണം. മൂന്നെണ്ണത്തിൽ കോർത്തു. 3-മത്തതിൽ ക്രിസ് ക്രോസ് ചെയ്തു. നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് ഇതിൽ 2 ബീഡ് ഉണ്ടായിരിക്കും. നിലയിൽ ചെയ്ത് നിർത്തിയ റിങ്ങിലെയും നമ്മളല്ലാതെ ഇതിൽ നിന്ന് കോർക്കുന്നത്. വീണ്ടും ഒരു മുത്തിൽ കോർത്തു. ബാലൻസ് 3 നമ്മൾ കോർത്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിങ്ങനെ പുറത്തേക്ക് വിടർന്ന് വരിക കേട്ടോ. ഇതന്നെ റിപ്പീറ്റേഷൻ നമ്മൾ ഇത്രയും ചെയ്ത പോലെ തന്നെ ഇതിന് ചുറ്റും ചെയ്യാം. നമ്മുടെ ഫ്ലവർ വൈസ് അവസാനിക്കാറായിട്ടാണ്. നമ്മുടെ ഇപ്പോൾ ചെയ്ത് നിർത്തിയ റിങ്ങും ആദ്യത്തെ റിങ്ങും കൂടെ ജോയിൻ ചെയ്ത് വെച്ചു. ഇനി അതിലേക്ക് 2 ബീഡും കൂടെ കോർത്ത് കൊടുത്താൽ 5 ബീഡിൻ്റെ ഒരു റിങ്ങായി. നമുക്കിനി ത്രെഡിനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ത്രെഡിനെ കെട്ടി തൊട്ടടുത്തുള്ള റിങ്ങിലത്തെ മുത്തിലേക്കാണ് കേട്ടോ ഞാൻ കെട്ടിക്കൊടുക്കണം. കെട്ടിയിട്ട് ഇതിനെ നല്ലോണം വലിച്ചു കഴിഞ്ഞാൽ ആ കെട്ടിനെ നമുക്ക് ഈ മുത്തുകളുടെ ഉള്ളിലേക്ക് കെട്ടാൻ പറ്റും. അപ്പോൾ എവിടെയാണ് നമ്മൾ ത്രെഡ് കെട്ടിയെന്നുള്ളതും പുറത്തേക്ക് കാണില്ല. അപ്പോൾ ഈ ത്രെഡിൻ്റെ തുമ്പിനെ ബീഡുകളുടെ ഉള്ളിൽ കൂടെ നമ്മൾ കൊടുത്ത് ടൈറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ത്രെഡ് കെട്ടിയത്. അതിന് ഞാനിതാ 2-3 റിങ് ഇപ്പുറം കൊണ്ടുവന്നു. കുറച്ച് ബീഡുകളിൽ കൂടെ കയറ്റി കൊടുത്തിട്ട് നമുക്ക് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇങ്ങനെ തുമ്പിനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ അടുത്ത തുമ്പിട്ടതാ ഇവിടെയാണ് കെട്ടിയത്, നമ്മളിവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് അതുപോലെ തന്നെ അടുത്തതിനെയും അടുത്തൊരു പോർഷനിലേക്ക് കൊടുത്ത് നമുക്ക് അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. ഫുള്ള് ഇതിലും റൗണ്ട് സ്റ്റിച്ചാണ് ഉപയോഗിച്ചത്. 6 ബീഡിൻ്റെയും 5 ബീഡിൻ്റെയും മിക്സിങ് ആയിട്ടുള്ള റൗണ്ട് സ്റ്റിച്ച് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഫ്ലവർ വേസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയും കൂടെ വേണം കേട്ടോ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഏത് ടൈപ്പ് ബീഡുകളായാലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇതിനു വേണ്ടി സ്പെഷ്യൽ ബീഡൊന്നും വേണമെന്നില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.